ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അടുത്തതായി വളരെ മികച്ച ഒരു കലാകാരനെ അവർ തന്നെ നമ്മുടെ മുന്നോട്ട് വിട്ടു തരുന്നതായിരിക്കും. പറ. സനലിനെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. സനൽ ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. സനൽ ഏത് ഇയറാണ് ഇവിടെ? സെക്കൻഡ് ഇയർ. വിസ്മയുടെ ക്ലാസ് ആണല്ലേ? നിങ്ങളമ്മ എന്തോ ശത്രുത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എവിടെയാണ് സ്ഥലം? ആരക്കുന്നം. അതിവിടെ അടുത്ത് തന്നെയല്ലേ? ഓക്കെ, ആക്ഷൻ. അല്ല, അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? ഈ PF കിട്ടിയ കാശ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി മാത്രം ചെലവാക്കുവാണോ? തമാശക്ക് പലരും പറയാറുണ്ട് ആണോ? ഓക്കെ മച്ചാനെ. തമാശക്ക് പലരും പറയാറുണ്ട് ഈ PF അത് പുത്രന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. എന്നാൽ അത് അങ്ങനെയല്ല. അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. വയസ്സുകാലത്ത് മറ്റാരെ ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായ ജീവിതം നയിക്കാൻ വേണ്ടി മാത്രമുള്ള ഫണ്ട്. മക്കൾ തന്നെങ്കിൽ ഓക്കെ. ഇവനൊക്കെയാണ് സാധനം. സാർ വിട്ടേ, രണ്ട് പൊട്ടിച്ചാൽ ഇവനൊക്കെ നേരെയാവും. ഇവിടെ വെച്ച് ഒന്നും ചെയ്യണ്ട. ഇവനപ്പോ ഇവന്റെ അപ്പൂപ്പനോ? അല്ല, ഇവന്റെ അപ്പൂപ്പനല്ല. ഇവനെ കൊണ്ട് ഒരു ചില്ലി കാശിന് പോലും ഉപകാരം ഉണ്ടാകില്ല. അല്ല, നിന്റെ മുഖത്തിന് എന്തായാലും ഒരു മൂഡ് ഔട്ട്. വന്നേ ചോദിക്കട്ടെ, പോവാ. വേണ്ട, ഞാൻ വരില്ല. കൊള്ളാം കേട്ടോ, നൈസ്. സ്ലോ മോഷൻ പോയിക്കോ. സനലിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഫുൾ നന്ദന CK സ്വാഗതം ചെയ്യാം. എവിടെ നന്ദന CK? എവിടെ? നന്ദന CK നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടെയാണ് നമ്മളുടെ സ്ഥലം? കണ്ണൂർ അറിയാണ്. കണ്ണൂർ എവിടെ? കണ്ണൂർ ശ്രീകണ്ഠാപുരം. തകർക്കും. അപ്പോൾ ഭയങ്കര ലൈറ്റ് വോയിസ് ആണ്. പാട്ട് പാടുമോ? ഇല്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുക എന്നല്ല. അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? PF-ന്റെ കാശ് കൊണ്ട് എനിക്ക് കുറച്ച് സ്വർണം മേടിച്ചു തരാൻ പാടില്ലേ? ഈ PF-ന്റെ കാശ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക. തമാശക്ക് പലരും പറയാറുണ്ട്. ഇവിടെ നോക്കിട്ടെ. തമാശക്ക് പലരും പറയാറുണ്ട്. എന്താ അവര് പറഞ്ഞത്? PF-ന്റെ കാശ് പുത്രന്മാർക്ക് വേണ്ടിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. അതെ, അത് പുത്രികൾക്കാണ് അല്ലേ? അത് അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്. ഉറക്കെ പറഞ്ഞു കൊടുങ്ങോട്ട്. ഇങ്ങനെ പറഞ്ഞ അച്ഛൻ ഉറങ്ങിപ്പോവും. ഒരു ഇച്ചിനോട് പവർ കൊടുക്കണേ. വയസ്സാം കാലത്ത് ആരെയും ആശ്രയിക്കാതെ ഞാൻ വയസ്സാം കാലത്ത് അച്ഛൻ വേറെ പണിയില്ലെന്ന് ചോദിക്കാൻ പോകും. വയസ്സാം കാലത്ത് ആരെയും ആശ്രയിക്കാതെ സ്വച്ഛശാന്തമായ ജീവിതം നയിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ കാശ്. അല്ല, മക്കൾ നന്നെങ്കിൽ ഓക്കെ. ഇവനൊക്കെയല്ലേ സാധനം. എന്താ നിനക്കൊരു മൂടോട്ട് വന്നേ? എന്നെ ആക്കിയതും പോരെ, ഇനി മൂടോട്ട് എന്താണെന്ന് ഞാൻ പറയണോ അല്ലേ? കൊള്ളാം. മൂടോട്ടില്ലല്ലോ, ചെന്നോട്ടോ. അടുത്തതായി ജെറിൻ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് മുന്നേ ജെറിൻ എന്നോട് ചോദിച്ചിരുന്നു ഈ പരിപാടിയുടെ സംപ്രേഷണം എപ്പോഴാണെന്ന്. അപ്പം തന്നെ ജെറിൻ ഉറപ്പിച്ചിരുന്നു ജെറിൻ വന്ന് അഭിനയിച്ച് തകർക്കും. ജെറിനെ തന്നെ വീട്ടിലിരുന്ന് കാണുമെന്നല്ലേ? അതെ. ഞാൻ പേടിച്ചോട്ടെ ഇങ്ങനെ നോക്കി. എവിടെ ജെറിൻ്റെ സ്ഥലം? എൻ്റെ പിറവം തന്നെയാണ്. ആക്ഷൻ. അല്ല, അച്ഛൻ എന്ത് പണി കാണിച്ചേ? സ്റ്റാച്യു. അച്ഛനും നിൽക്കുക എന്നെ പോലെ ഇങ്ങനെ. എടാ മിടുക്ക, നീ ചില സമയത്തുണ്ടല്ല ഒരു സംഭവമാണോ? ആണോ? സത്യമായിട്ട് ചില സമയത്ത് മാത്രം. അല്ല, അച്ഛൻ എന്ത് പണി കാണിച്ചേ? തമന്നേ, അച്ഛൻ എന്ത് പണി കാണിച്ചേ? അതെ. PF-ന് കിട്ടിയ കാശ് മൊത്തം കുടുംബത്തിന് ചെലവാക്ക. തമാശക്ക് വല്ലതും പറയാറുണ്ട് PF പുത്രന്മാർക്ക് വേണ്ടിയുള്ള ഫണ്ടാണെന്ന്. എന്നാലത് അങ്ങനെ അല്ല. അത് അയ്യോ, എനിക്കൊന്നും മനസ്സിലായില്ല. അത് അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. ഞാനല്ല അച്ഛൻ, അതാണ് അച്ഛൻ. അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഫണ്ടാണ്. വയസ്സാം കാലത്ത് ആരെയും ആശ്രയിക്കാതെ സ്വച്ഛ ഭാരത്, സ്വച്ഛശാന്തമായി ജീവിക്കേണ്ടതിന് മാറ്റിവെക്കേണ്ട ഫണ്ടാണ്. അല്ല, മക്കൾ നല്ലതെങ്കിൽ ഓക്കെ. ഇവനൊക്കെയല്ലേ സാധനം. ഒരു ചില്ലി കാശിന് ഉപകാരം ഉണ്ടാവില്ല. അല്ല, നിന്റെ മുഖത്ത് എന്തൊരു മൂടോട്ട് ഇങ്ങനെ വന്നേ ചോദിക്കട്ടെ. വന്നിരിക്കും. സൂപ്പർ. സ്ലോ മോഷൻ വയ്ക്കാം. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.